നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 76ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. തലസ്ഥാനത്ത് സൈനിക ശക്തി വിളിച്ചോതുന്ന പരേഡ് നടന്നു. നാടാകെ നടന്ന ആഘോഷ പരിപാടികൾ പ്രൗഢം, വർണ്ണാഭം. കുളങ്ങൾ നാടിന്റെ ജലസംരക്ഷണത്തിന് പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നവീകരിച്ച താമരയൂർ തച്ചാറപ്പറമ്പിൽ കുളത്തിന്റെ ഉദ്ഘാടനവും കോട്ടപ്പടി ഞാറംകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. അതിമാരക ലഹരിമരുന്നായ MDMA-യുമായി യുവതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പുന്നീർകുളം കടിക്കാട് കറുത്തേടത്ത് വീട്ടിൽ 36 വയസ്സുള്ള ഹിമ. വീട്ടിൽ ലഹരിമരുന്ന് സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ അതിവേഗ നീക്കം. ജനപ്രിയ സിനിമകളുടെ സംവിധായകൻ ഷാഫിക്ക് കലാകേരളത്തിന്റെ യാത്രാമൊഴി. അന്ത്യം തലച്ചോറിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വിടവാങ്ങുന്നത് നർമ്മത്തിന്റെ മർമ്മമറിഞ്ഞ് ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച അതുല്യനായ സംവിധായകൻ. വിശദമായ വാർത്തയിലേക്ക്. ചരിത്രത്തിലെ അഭിമാനകരമായ നിമിഷത്തിൽ സ്വതന്ത്ര ഇന്ത്യ. രാജ്യതലസ്ഥാനത്ത് വർണ്ണാഭമായി 76ാം റിപ്പബ്ലിക് ദിനാഘോഷം. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഇന്ത്യയുടെ സൈനിക ബലവും സാംസ്കാരിക പൈതൃകവുമടക്കം പരേഡിൽ ഭാഗമായി. കര, വ്യോമ, നാവികസേനകളുടെയും വിവിധ സായുധ സേനകളുടെയും പ്രകടനത്തിനൊപ്പം സംസ്ഥാനങ്ങളുടെ അടക്കം 31 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരന്നു. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മുൻ നിശ്ചയിച്ചത് പ്രകാരം 10:30 രാഷ്ട്രപതി ദ്രൗപദി മുർമു ദില്ലിയിലെ കർത്തവ്യപഥിൽ എത്തി 6 കുതിരകളെ കെട്ടിയ പ്രത്യേക വാഹനത്തിൽ കർത്തവ്യപഥിയിലെത്തുന്ന രാഷ്ട്രപതിയെ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. ദേശീയ പതാക ഉയർത്തിയതിനു പിന്നാലെ 21 ഗൺ സല്യൂട്ട് ചടങ്ങ് നടന്നു. 352 പേരടങ്ങുന്ന ഇന്തോനേഷ്യൻ കരസേനയിലെ സൈനികരും പരേഡിൽ പങ്കെടുത്തു. 5000 കലാകാരന്മാരും കർത്തവ്യപഥിൽ കലാവിരുന്നിന്റെ ഭാഗമായി. വിവിധ സേനാ വിഭാഗങ്ങൾക്കൊപ്പം 5000 ആദിവാസികൾ അണിനിരക്കുന്ന കലാരൂപങ്ങളും പരേഡിൽ അണിനിരന്നു. ആഘോഷ പരിപാടികൾ കണക്കിലെടുത്ത് രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. പൊതുകുളങ്ങൾ നാടിന്റെ ജലസംരക്ഷണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ നവീകരിച്ച താമരയൂർ തച്ചാറപ്പറമ്പിൽ കുളത്തിന്റെ ഉദ്ഘാടനവും കോട്ടപ്പടി ഞാറംകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എന്തിനാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഒരു വീട് പണിയുമ്പോൾ റെയിൻ ഹാർവസ്റ്റിന്റെ ഒരു കേന്ദ്രം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടത്? ആ വെള്ളം സംഭരിച്ച ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഒരു വീട് വെച്ച് ആ വീടിനകത്ത് നമ്പറിട്ട് കൊടുക്കാൻ മഴവെള്ളത്തിൻ്റെ സംഭരണി ഇല്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിധത്തിലൊരു സംഭരണി കാട്ടിക്കൊടുത്ത് ഈ വോട്ട് ചെയ്യുന്നതിന് വാർഡിൻ്റെ നമ്പറിട്ട് കൊടുത്തില്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ എന്ന് കരുതി അതിനൊരു വഴിയുണ്ടാക്കും. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റെയിൻ ഹാർവസ്റ്റിൻ്റെ കാര്യം നമ്മൾ ആലോചിച്ചത്? ഒരു കുളം സംരക്ഷിക്കുന്നത് വഴി 2 കിലോമീറ്റർ ചുറ്റളവിലെ ജലസംരക്ഷണമാണ് ഉറപ്പുവരുത്തുന്നത്. കുളങ്ങൾ സംരക്ഷിക്കാനുള്ള ഗുരുവായൂർ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തച്ചാറപ്പറമ്പിൽ കുളം നവീകരിച്ചത്. ഓപ്പൺ ജിം, വിശ്രമസ്ഥലം എന്നിവയുമുണ്ട്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവിട്ടാണ് കോട്ടപ്പടി ഞാറക്കുളം നവീകരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ നവീകരണം പൂർത്തിയാക്കും. മാലിന്യശേഖരണത്തിൽ 100% പൂർത്തീകരിച്ച വാർഡിലെ ഹരിതകർമ്മസേനാംഗങ്ങളെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും മന്ത്രി ആദരിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, A സായിനാഥൻ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതിമാരക ലഹരിമരുന്നായ MDMA-യുമായി യുവതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നൂർകുളം കടിക്കാട് കറുത്തേടത്ത് വീട്ടിൽ 36 വയസ്സുള്ള ഹിമയെയാണ് 1.5 ഗ്രാം MDMA-യുമായി വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി വീട്ടിൽ ലഹരിമരുന്ന് സൂക്ഷിച്ചു വരുന്നുണ്ട് എന്ന രഹസ്യവിവരത്തെ തുടർന്ന് വടക്കേക്കാട് SHO കെ സതീഷിന്റെ നേതൃത്വത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളും SI-മാരായ KP ആനന്ദ്, PS സാബു, PA സുധീർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KC രഞ്ജിത്ത്, റോഷ്നി, അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
KSRTC ബസ്സിൽ യാത്രക്കിടെ അപസ്മാരം പിടിപെട്ട യുവാവിന് രക്ഷകരായി ബസ് ജീവനക്കാരും കുന്നംകുളം യൂണിറ്റി ആശുപത്രിയും. അങ്കമാലിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് വന്നിരുന്ന KSRTC ബസ്സിൽ വെച്ചാണ് തിരൂർ സ്വദേശിയായ 17 വയസ്സുള്ള ജയറാം എന്ന യുവാവിന് കേച്ചേരി കഴിഞ്ഞ ഉടൻ അപസ്മാരം കണ്ടത്. ഇയാളുടെ കൂടെ ആരുമുണ്ടായിരുന്നില്ല. അസുഖത്തിന്റെ തീവ്രത കണ്ട് ആളുകൾ പരിഭ്രാന്തരായതോടെ യാത്രക്കാർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ബസ് വേഗം ഏറ്റവും അടുത്തുള്ള യൂണിറ്റി ആശുപത്രിയിലേക്ക് പായുകയായിരുന്നു. വണ്ടി ആശുപത്രിക്കുള്ളിലേക്ക് കയറ്റുകയും ഉടൻ തന്നെ ഇയാളെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തു. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ബസ് ജീവനക്കാരുടെയും മറ്റും അവസരോചിതമായ ഇടപെടലാണ് യുവാവിന് രക്ഷയായത്. ഏതാണ്ട് അരമണിക്കൂറോളം ബസ്സും ഇതിലെ യാത്രക്കാരും ആശുപത്രിയിൽ കാത്തുനിന്നു. കുന്നംകുളത്ത് നിന്നും പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ബസ് യാത്ര തുടർന്നത്. വിവരമറിഞ്ഞ് യുവാവിന്റെ ബന്ധുക്കളും പിന്നീട് ആശുപത്രിയിലെത്തി യുവാവ് സുഖം പ്രാപിച്ചു വരുന്നു. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ വീട്ടുമതിലിടിച്ച് തകർത്തു. ബ്രദേഴ്സ് സ്റ്റോപ്പിനടുത്ത് തരകൻ പട്ടത്തായിൽ ജെയ്സന്റെ വീട്ടുമതിലാണ് തകർന്നത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന ചൂണ്ടൽകുന്ന് കണത്തേഴത്ത് കണ്ണൻ എന്ന് വിളിക്കുന്ന 36 വയസ്സുള്ള രാജേഷിനെ പരിക്കുകളോടെ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. ജെയ്സന്റെ വീടിന്റെ എതിർവശത്തുള്ള ചൂണ്ടൽ കുന്നിൽ നിന്നും ഇറങ്ങിവരുന്ന റോഡിൽ നിന്നാണ് രാജേഷ് ഓടിച്ചിരുന്ന സ്കൂട്ടർ അമിത വേഗതയിലെത്തി നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കോൺക്രീറ്റ് മതിലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് സ്കൂട്ടർ വീടിന് മുൻവശത്തെ കാനയിൽ അകപ്പെട്ട നിലയിലാണ്. ജനപ്രിയ സിനിമകളിലൂടെ മലയാളിയെ ചിരിപ്പിച്ച സംവിധായകൻ ഷാഫി അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 12:25ഓടെയായിരുന്നു അന്ത്യം. നർമ്മത്തിന്റെ മർമ്മമറിഞ്ഞ് ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് വിട പറയുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു ഷാഫി. തലച്ചോറിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം 16-നാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചത് മുതൽ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാത്തതിനാൽ അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. തൊമ്മനും മക്കളും, മായാവി, പുലിവാൽ കല്യാണം, ചട്ടമ്പിനാട്, ചോക്ലേറ്റ് തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് ഷാഫി. രാജസേനൻ സംവിധാനം ചെയ്ത ദില്ലിവാല രാജകുമാരൻ എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ഷാഫിയുടെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം. 2001-ൽ ജയറാം നായകനായ വൺമാൻ ഷോ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. പിന്നീടാണ് കല്യാണരാമൻ എന്ന ചിത്രം സംഭവിക്കുന്നതും ഷാഫി മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംവിധായകനായി മാറുന്നതും. 18-ലധികം മലയാള സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഇറങ്ങിയ ആനന്ദം പരമാനന്ദം എന്ന ചിത്രത്തിന് അദ്ദേഹം തിരക്കഥ ഒരുക്കിയിരുന്നു. നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുമുണ്ട്. 1968 ഫെബ്രുവരി മാസത്തിലായിരുന്നു എറണാകുളം പുല്ലേപ്പടിയിൽ MP ഹംസയുടെയും നബീസുമ്മയുടെയും മകനായി ഷാഫി ജനിച്ചത്. MH റഷീദ് എന്നായിരുന്നു ഷാഫിയുടെ യഥാർത്ഥ പേര്. സ്കൂൾ കാലം മുതൽ മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ മേഖലകളിൽ ഷാഫി മികവ് പുലർത്തിയിരുന്നു. ഷാമിലയാണ് ഭാര്യ. അലീമ, സൽമ എന്നിവർ മക്കളാണ്. സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫി സഹോദരനാണ്. രാവിലെ 9 മുതൽ 12 വരെ കല്ലൂർ മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സർവീസ് സഹകരണ ഹാളിൽ ഷാഫിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് 4 മണിക്ക് കറുകപ്പള്ളി ജുമാ മസ്ജിദ് പള്ളിയിലായിരുന്നു ഖബറടക്കം. ദശമൂലം, ദാമു, മണവാളൻ, സ്രാങ്ക് തുടങ്ങി മലയാളികൾ എന്നും ഓർമ്മിക്കുന്ന ഹാസ്യകഥാപാത്രങ്ങളും സിനിമകളും മലയാളിക്ക് സമ്മാനിച്ചാണ് ഷാഫി കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്. കൾച്ചറൽ ഡെസ്ക്, CCTV. വേലൂർ പള്ളിത്തെരുവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ചുങ്കം വാഴപ്പിള്ളി വീട്ടിൽ 50 വയസ്സുള്ള ചാക്കോച്ചനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 8ഓടെ പള്ളിയിൽ നിന്നും ബൈക്കിൽ റോഡിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇലക്ട്രിക് കാർ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ച് നേരെയുള്ള പറമ്പിലേക്ക് ഇറങ്ങി നിന്നു. കാറിന്റെ മുൻസീറ്റിലെ 2 എയർ ബാഗുകളും പ്രവർത്തിച്ചതിനാൽ കാർ യാത്രക്കാർക്ക് ഗുരുതര പരിക്കില്ല. ചാക്കോച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ 101ാമത് സംയുക്ത തിരുനാൾ ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവിയറിന്റെയും കന്യകാമറിയത്തിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച നടന്ന ശുശ്രൂഷകൾക്ക് ഫാദർ ജോസ് കിടങ്ങൻ CMI,
കാർമ്മികനായി. വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പ്, ഭക്തിസാന്ദ്രമായ അമ്പ് വള എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയും നടന്നു. നവവൈദികൻ ഫാദർ ജെറിൽ മാളിയേക്കൽ മുഖ്യ കാർമ്മികനായി. അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 4:30 നവവൈദികൻ ഫാദർ ജിസ്മോൻ ചെമ്മണ്ണൂർ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയെ തുടർന്ന് ഇടവക വിശ്വാസികൾ അണിനിരുന്ന തിരുനാൾ പ്രദക്ഷിണം നടന്നു. വർണ്ണക്കുടകളുടെയും ബാൻഡുവാദ്യത്തിന്റെയും അകമ്പടിയോടെ വിശുദ്ധരുടെ രൂപങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണമഴ, മെഗാ ഫ്യൂഷൻ സ്റ്റേജ് ഷോ എന്നിവയുമുണ്ടായി. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, കൈക്കാരൻ PV തോമസ്, ജനറൽ കൺവീനർ MK ആന്റണി, പബ്ലിസിറ്റി കൺവീനർ വിനു ജോൺസൺ, ജോയിന്റ് ജനറൽ കൺവീനർ PA വിൻസെന്റ്, ഫിനാൻസ് കൺവീനർ TL ജെയ്സൺ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച പൂർവികർക്കു വേണ്ടിയുള്ള റാസ, കുർബാന എന്നിവയും നടക്കും. കൊഴിഞ്ഞമ്പാറ മൈനർ സെമിനാറി പ്രൊക്യൂറേറ്റർ ഫാദർ ജസ്റ്റിൻ തടത്തിൽ മുഖ്യ കാർമ്മികനാകും. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഉദ്ഘാടനം ഗുരുവായൂർ പോലീസ് ഇൻസ്പെക്ടർ C പ്രേമാനന്ദകൃഷ്ണൻ നിർവഹിക്കും. പാർവണയ്ക്ക് ചികിത്സാ സഹായവുമായി തൈപ്പൂയാഘോഷ കമ്മിറ്റി. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 8 വയസ്സുകാരി വെള്ളിത്തിരുത്തി അനിൽ രതി ദമ്പതികളുടെ മകൾ പാർവണയുടെ ചികിത്സയ്ക്കായി ആനയ്ക്കൽ സൗത്ത് ചെമ്മണ്ണൂർ തൈപ്പൂയാഘോഷ കമ്മിറ്റിയാണ് ധനസഹായം നൽകിയത്. സൗത്ത് ചെമ്മണ്ണൂർ കാവടിപ്പുരയിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ കുട്ടിയുടെ ബന്ധുവായ വെള്ളിത്തിരുത്തി സ്വദേശി സജീഷിന് തുക കൈമാറി. ആഘോഷ കമ്മിറ്റിയുടെ കലണ്ടർ പ്രകാശനം നടന്നു. പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ഉടമ പണിക്കശ്ശേരി ഉണ്ണികൃഷ്ണൻ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് മോഹനൻ വമ്പുള്ളിക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മിറ്റിയുടെ പ്രസിഡന്റ് KS സുനിൽ, CC രഞ്ജിത്ത്, ട്രഷറർമാരായ ശ്രീജിത്ത്, വിമൽ, മുൻ പ്രസിഡന്റ് OG ബാജി എന്നിവരും മറ്റു മെമ്പർമാരും പങ്കെടുത്തു. 3 ദിവസം മുമ്പ് കാണാതായ മധ്യവയസ്കനെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സേലം സ്വദേശിയും ചിറ്റണ്ടയിൽ സ്ഥിര താമസക്കാരനുമായ 54 വയസ്സുള്ള മുത്തുസ്വാമി എന്നയാളെയാണ് ഞായറാഴ്ച രാവിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിറ്റണ്ടയിൽ നിന്നും വിവാഹം കഴിച്ചിട്ടുള്ള ഇയാൾ കഴിഞ്ഞ കുറേ കാലമായി ഇവിടെയാണ് താമസിച്ചു വരുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഇയാളെ കാണുവാനില്ലായിരുന്നു. അയൽവാസിയായ സുകുമാരനാണ് സമീപത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ മുത്തുസ്വാമിയെ മരിച്ച നിലയിൽ കണ്ടത്. ഉടൻ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. വടക്കാഞ്ചേരി SI PV പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്ത് വയോജന പാർക്കിൽ ഓപ്പൺ ജിംനേഷ്യം സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ ഓപ്പൺ ജിംനേഷ്യം സെന്റർ സ്ഥാപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ജിംനേഷ്യം സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സുജിഷ മനീഷ്, വാർഡ് മെമ്പർ ബിബിൻ കണ്ണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി IB ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന സന്ദേശമോദി ചാവക്കാട് നഗരസഭ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. നഗരസഭയും താലൂക്ക് ആസ്ഥാന ആശുപത്രിയും സംയുക്തമായാണ് ശ്രീചിത്ര ആയുർ ഹോമിൽ ദിനാചരണം സംഘടിപ്പിച്ചത്. ഗുരുവായൂർ നഗരസഭാ ചെയർമാനും മുനിസിപ്പൽ ചെയർമാൻ ചേംബർ ചെയർമാൻ കൂടിയായ M കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി. പാലിയേറ്റീവ് നഴ്സ് സരിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാഹിന സലീം, അബ്ദുൾ റഷീദ്, ബുഷറ ലത്തീഫ്, AV മുഹമ്മദ് അൻവർ, പ്രസന്നാരണി ദിവെ, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, 18ാം വാർഡ് കൗൺസിലർ സ്മൃതി മനോജ്, ഡോക്ടർ അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ K നന്ദിയും പറഞ്ഞു. വേദിയിലൊരുക്കിയ കലാപരിപാടികൾ സാന്ത്വന പരിചരണ കുടുംബത്തിലെ അംഗങ്ങൾ ആസ്വദിച്ചു. നാടൻപാട്ട് കലാകാരൻ സുനിൽ തൊഴിയൂർ നാടൻപാട്ടുകളും ഗാനങ്ങളും അവതരിപ്പിച്ചു. രാജ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥിനികൾ, MI ഏങ്ങണ്ടിയൂർ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ്, ഫ്യൂഷൻ എന്നിവയും ഉണ്ടായിരുന്നു. ജില്ലാതലത്തിൽ മികവ് തെളിയിച്ച കലാകാരി ദേവനന്ദ ഉൾപ്പെടെയുള്ള കലാകാരന്മാരും ആശാപ്രവർത്തകരും പാലിയേറ്റീവ് നഴ്സുമാരും പരിപാടികൾ അവതരിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ സാന്ത്വന പരിചരണ കുടുംബത്തിലെ അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു.
കടവല്ലൂർ പാടത്ത് വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. പ്രഭാത സവാരിക്കിറങ്ങിയ പ്രദേശത്തെ നാട്ടുകാരാണ് സംഭവം കണ്ടത്. പ്രദേശത്ത് വ്യാപകമായി ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും പരിസരത്ത് CCTV ക്യാമറ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികളും കർഷകരും നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കർഷകരുടെ പരാതിയെ തുടർന്ന് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പാടത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് കർഷകർക്ക് ഉറപ്പു നൽകിയത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിക്ക് തുടക്കമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ 7ാം വാർഡിലുള്ള സൽമ അബ്ദുൾ ഖാദറിന്റെ വസതിയിൽ നിർമ്മിച്ച മീൻതോട്ടം പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥൻ അവറു സുലൈമാൻ പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം ശരത് രാമനുണ്ണി, തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റ് എഞ്ചിനീയർ രേഷ്മ എന്നിവർ സംസാരിച്ചു. മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതി 5 ഗുണഭോക്താക്കൾക്കായാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു ഗുണഭോക്താവിന് 20,000 രൂപ പ്രകാരം 5 പേർക്കായി 1 ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതത്തിൽ വകയിരുത്തിയിട്ടുള്ളത്. 60% ഗുണഭോക്തൃ വിഹിതവും 40% സബ്സിഡിയുമാണ്. മദിരാശി ഈത്തമരങ്ങൾ തണൽ വിരിച്ച വിദ്യാലയമുറ്റത്ത് ഒരിക്കൽ കൂടി അവർ ഒത്തുചേർന്നു. വേലൂർ ഗവൺമെന്റ് രാജസർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദിയുടെ ഭാഗമായാണ് പൂർവാധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുകൂടി മധുരമുള്ള ഓർമ്മകൾ പങ്കുവച്ചത്. ഒരു വട്ടം കൂടി ക്ലാസ് മുറിയിലേക്ക് എന്ന ശീർഷകത്തിലാണ് പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഒരുക്കിയത്. 200ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഫെസ്റ്റിവലോടെയാണ് സ്കൂൾ ആരംഭിച്ചത്. സ്കൂൾ അസംബ്ലിയിൽ പ്രാർത്ഥനയും പ്രതിജ്ഞയും നടന്നു. പൂർവാധ്യാപകർ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ക്ലാസ് എടുത്തു. അനുസരണയുള്ള വിദ്യാർത്ഥികളായി അവർ കേട്ടിരുന്നു. പ്രായം മറന്ന് കളിയും ചിരിയുമായി അവർ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. നമ്മുടെ വലിയൊരു ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാലയത്തിൻ്റെ ഈ മുറ്റത്ത് വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒഴുകാനറിയാതെ ഒഴുകിപ്പോകുന്ന ഒരു വർത്തമാനത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഒരുപാട് സ്നേഹബന്ധങ്ങളും ഒരുപാട് കലഹങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടും ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ ഇന്നും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുമ്പോണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ മികവുള്ളതാണ്. ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ, കഥയും കവിതയും കണക്കും പഠിച്ചതിൻ്റെ ഓർമ്മകൾ വീണ്ടും നമ്മളിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ സന്തോഷം. എഴുതി മനസ്സിൽ പതിഞ്ഞ വാക്കുകൾ നിറഞ്ഞ പഴയകാല ഓട്ടോഗ്രാഫിന്റെ മോഡൽ പ്രദർശനവും സെൽഫി കോർണറും വിദ്യാലയാങ്കണത്തിൽ ഒരുക്കിയിരുന്നു. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം നടന്ന സൗഹൃദ സംഗമത്തിന് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. നമ്മൾ നേടിയെടുത്തതിൽ നിന്നും കൂടുതലായിട്ട് ഇനി എന്തൊക്കെ ഈ സ്കൂളിന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതിനുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയും തീരുമാനങ്ങളും പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ പരിപാടി ശരിക്കും ഈ ഇവിടെ പഠിച്ചുപോയ വിദ്യാർത്ഥികളും ഇവിടുത്തെ പൂർവാധ്യാപകരും ഈ പരിപാടിയെ നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യം. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം മുൻ ജില്ലാ ട്രഷറർ ശ്രീധരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഡെന്നിസ് മങ്ങാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, സെക്രട്ടറി CG ജോബ്രാജ്, VC ഗീവർഗീസ്, PI മാണി, മേരി ഉതുപ്പ്, T രാജഗോപാൽ, അന്നമ്മ ബെന്നി, രഞ്ജൻ മാത്യു, KM സൂസന്ന എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് TK രവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സരസ്വതി നന്ദിയും പറഞ്ഞു. അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് MA വേലായുധൻ, സെക്രട്ടറി ഡെന്നിസ് മങ്ങാട്, ട്രഷറർ CM ഡാർലി എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. ചാലിശ്ശേരി പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി പാലിയേറ്റീവ് കെയർ ക്ലിനിക് സംഘടിപ്പിച്ച മാനവീയം ഏകദിന സമഗ്ര ഗൃഹസന്ദർശനം നാടിന് സേവന സന്നദ്ധപാതയിൽ സ്നേഹ സാന്ത്വന സമർപ്പണമായി. ശനിയാഴ്ച രാവിലെ ചാലിശ്ശേരി മുരേമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് 203 വാഹനങ്ങളിലായി 1000ഓളം വളണ്ടിയർ പ്രതീക്ഷയുടെ സ്നേഹസ്പർശ ശൃംഖലയിൽ പങ്കാളികളായി. ഗൃഹസന്ദർശനം കുട്ടികളുടെ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സൊലൈ സ്ഥാപക ഷീബ അമീർ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രസിഡന്റ് M പ്രദീപ് അധ്യക്ഷനായി. ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് R മനോജ് കുമാർ, സെക്രട്ടറി VP ശിവദാസ്, ട്രഷറർ PV സുധീർ, ഡോക്ടർമാരായ V സേതുമാധവൻ, H ഹരിദാസ്, E സൂക്ഷ്മ, പ്രമീള പട്ടാമ്പി എന്നിവർ സംസാരിച്ചു.
തൃത്താല ബ്ലോക്കിലെ ചാലിശ്ശേരി, നാഗലശ്ശേരി, തിരുമിറ്റക്കോട്, തൃത്താല, പട്ടിത്തറ തുടങ്ങി 5 പഞ്ചായത്തുകളിലെ 3757ഓളം വീടുകളിലേക്ക് വളണ്ടിയർമാർ രോഗികൾക്ക് ആവശ്യമായ പരിചരണത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിനും സ്നേഹവും കരുതലും നൽകി വീട്ടുമുറ്റങ്ങളിൽ സാന്ത്വനമായി എത്തി. വൈകിട്ട് 4-ന് മാനവീയം ഗൃഹസന്ദർശനം വിവിധ പഞ്ചായത്ത് പരിധിയിൽ സമാപിച്ചു. 2007 മുതൽ തൃത്താല ബ്ലോക്കിലും പരിസര പ്രദേശങ്ങളിലുമായി സാന്ത്വന പരിചരണ രംഗത്ത് അവശർക്കും നിരാലംബർക്കും കിടപ്പുരോഗികൾക്കുമായി പ്രവർത്തിക്കുന്ന ആതുര സേവന സന്നദ്ധ സംഘടനയാണ് പ്രതീക്ഷ പാലിയേറ്റീവ് കെയർ. 2020-ൽ 90 വാഹനങ്ങളിലായി 1200 രോഗികളുടെ ഗൃഹസന്ദർശന പരിപാടി നടത്തിയിരുന്നു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ നോട്ടീസ് പ്രകാശനം ചെയ്തു. ഗുരുവായൂർ പോലീസ് SHO C പ്രേമാനന്ദകൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഉത്സവം സംഘാടക സമിതി ചെയർമാൻ സന്തോഷ് താണിയിൽ ഏറ്റുവാങ്ങി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മനോജ് മേത്താനത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രദീപ് കരുമത്തിൽ, രക്ഷാധികാരി KV രാമകൃഷ്ണൻ, ഉത്സവം കൺവീനർ സദാനന്ദൻ താമരശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 3-നാണ് ഉത്സവത്തിന് കൊടിയേറുക. 12-നാണ് ഉത്സവം. ഒരാഴ്ച നീണ്ട ചടങ്ങുകൾക്ക് ശേഷം പാർക്കാടി പൂരാഘോഷത്തിന് കൊടിയിറങ്ങി. ഞായറാഴ്ച രാവിലെ നട തുറക്കൽ, അഭിഷേകം, സപ്തശുദ്ധി, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. ക്ഷേത്രം ഊരാളൻ, തോട്ടപ്പായ മനക്കൽ, ശങ്കരൻ നമ്പൂതിരി, സജീഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് കമ്പനിപ്പടി വെടിക്കെട്ട് കമ്മിറ്റിയുടെ മേളത്തോടുകൂടിയുള്ള ചുറ്റുവിളക്ക് നടത്തി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു 35 ഗജവീരന്മാർ അണിനിരന്ന പ്രസിദ്ധമായ പാർക്കാടി പൂരാഘോഷം. ഗുരുവായൂർ മെട്രോലിങ്ക് ക്ലബിന്റെ മെഗാ ചാരിറ്റി പ്രവർത്തനങ്ങളും സിൽവർ ജൂബിലി ആഘോഷവും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ക്ലബിന്റെ കാരുണ്യജാലകം പദ്ധതി നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസും, പൊന്നുണ്ണികൾക്കൊപ്പം പദ്ധതി നടൻ ശിവജി ഗുരുവായൂരും, പാലിയേറ്റീവ് കെയർ CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസനും ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ ബിബിത മോഹൻ, നിഷി പുഷ്പരാജ്, ക്ലബ് ജനറൽ സെക്രട്ടറി ഗിരീഷ് C ഗീവർ, ട്രഷറർ ചാർലി മാളിയമാവ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ക്ലബ്ബ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചാവക്കാട് ബ്ലോക്ക് വിമുക്ത ഭട കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹൻദാസ് ചക്കാമഠത്തിൽ നിർവഹിച്ചു. കോട്ടപ്പടി NSS കരയോഗം വെൽക്കം ഹാളിൽ നടന്ന യോഗത്തിൽ സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് KA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ACP KM ബിജു മുഖ്യാതിഥിയായി. PR കാർത്തികേയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. VK ജോർജ്, മോഹൻദാസ് PV, രതി മാധവ്, K ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ശശീന്ദ്രൻ സർഗസല്ലാപം ഒരുക്കി. ഗുരുവായൂർ മമ്മയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ മെഗാ അലുമിനി മീറ്റ് ഓർമ്മത്തുരുത്ത് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും തൃശൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായ AK അജിതകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗണിതശാസ്ത്ര വിഭാഗം മുൻ അധ്യാപിക സിസ്റ്റർ അൽഫോൺസ് ജയ, മുൻ പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിസ്മ തെരേസ് എന്നിവരെ നീതു S അറക്കൽ, ഡോക്ടർ മോളി മാമ്പുള്ളി എന്നിവർ ചേർന്ന് ആദരിച്ചു. വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ നിർമ്മൽ മരിയ, സിസ്റ്റർ ഡാനി മരിയ, ഡോക്ടർ നീതു S അറക്കൽ, ഡോക്ടർ PC മോളി എന്നിവർ സംസാരിച്ചു. കേരള കാർഷിക സർവകലാശാലയിലെ അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പദ്ധതിയായ STCR-ന്റെ ഭാഗമായി കുന്നംകുളം കൃഷിഭവൻ പരിധിയിൽ തണ്ണിമത്തൻ കൃഷിക്കായുള്ള വളപ്രയോഗത്തിന്റെ ടെസ്റ്റ് വേരിഫിക്കേഷൻ ട്രയൽ ആരംഭിച്ചു. 2.5 മാസക്കാലമാണ് ട്രയൽ കാലാവധി. കുന്നംകുളം കൃഷിഭവൻ പരിധിയിലെ 2 പ്ലോട്ടുകളാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുത്ത പുരയിടത്തിലെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായവും ആവശ്യം വേണ്ട മൂലകങ്ങളും മാത്രം ലഭ്യമാക്കിക്കൊണ്ടാണ് ട്രയൽ നടത്തുന്നത്. കൃത്യമായ പോഷകങ്ങൾ നൽകിയും മണ്ണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിയും ശാസ്ത്രീയമായ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പദ്ധതിയുടെ നിർദ്ദേശമനുസരിച്ച് കർഷകർ വളപ്രയോഗം നടത്തണം. നല്ല സൂര്യപ്രകാശവും ജലസേചന സൗകര്യവുമുള്ള സ്ഥലമാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. കുന്നംകുളം കൃഷിഭവൻ പരിധിയിൽ വരുന്ന കിഴൂരിലെ അമുൽ രാജിന്റെ സ്ഥലവും കാണിയാമ്പാലുള്ള സുബൈദയുടെ സ്ഥലവുമാണ് തെരഞ്ഞെടുത്തത്. ഷുഗർ ബേബി ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനാണ് കൃഷിക്കായി നൽകിയത്. കഴിഞ്ഞ വർഷം കാണിയാമ്പാൽ പാടശേഖരത്തിൽ 1 ഹെക്ടർ സ്ഥലത്തു നിന്നും 5000 കിലോയോളം തണ്ണിമത്തൻ വിളവെടുത്തിരുന്നു. മണ്ണിനെ സുസ്ഥിരത കൈവരിപ്പിച്ച് കൃത്യമായ പോഷകമൂല്യങ്ങൾ നൽകി യൂണിവേഴ്സിറ്റിയുടെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ ആരംഭിച്ച കൃഷി
വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. മാർക്കറ്റിംഗ് വിഭാഗം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PG സുജിത്ത് തണ്ണിമത്തൻ തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭ കൃഷി ഓഫീസർ S. ജയൻ പദ്ധതി വിശദീകരിച്ചു. ഡോക്ടർ സ്മിത ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളെയും സുസ്ഥിര കൃഷി രീതികളെപ്പറ്റിയും ഫാം ഓഫീസർ K. അർച്ചന കർഷകർക്ക് വിശദീകരിച്ചു. സ്കിൽഡ് അസിസ്റ്റന്റ് EB രമ്യ, ലാബ് അസിസ്റ്റന്റ് K. ദമയന്തി, അമുൽ രാജ്, സുബൈദ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ശങ്കരൻകാവ് മകരപ്പത്ത് ആഘോഷത്തിനോടനുബന്ധിച്ച് തിപ്പല്ലൂർ ദേശകമ്മിറ്റി സംഘടിപ്പിച്ച സമ്മാന കൂപ്പൺ വിതരണത്തിന്റെ നറുക്കെടുപ്പും സമ്മാനദാനവും നടന്നു. ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ എരുമപ്പെട്ടി സ്വദേശി ബിജോയ്ക്ക് ലഭിച്ചു. രണ്ടാം സമ്മാനമായ റെഫ്രിജറേറ്റർ, മൂന്നാം സമ്മാനമായി ടെലിവിഷൻ എന്നിവയ്ക്ക് പുറമെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. മേജർ KP ജോസഫ് സമ്മാന വിതരണം നിർവഹിച്ചു. ദേശകമ്മിറ്റി പ്രസിഡന്റ് AV ജയൻ, സെക്രട്ടറി KR സതീശൻ, ട്രഷറർ സുനിൽ എന്നിവരും കമ്മിറ്റി മെമ്പർമാരും പങ്കെടുത്തു. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് കുത്തൂർ കാർമ്മികനായി ദിവ്യബലിയും നൊവേന, ലതീഞ്ഞ എന്നിവ നടന്നു. തുടർന്ന് രൂപം എഴുന്നള്ളിപ്പും നേർച്ചവെഞ്ചിരിപ്പുമുണ്ടായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7 മണിക്ക് മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവലിന്റെ സെക്രട്ടറി ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനായി ഫാദർ വിന്നി വർഗീസ് തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് വർണ്ണക്കുടകളുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെ വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ച് ദേവാലയം ചുറ്റി ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടായി. ഉച്ചയ്ക്ക് 2-ന് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് രാത്രി 9:30 ദേവാലയത്തിലേക്കെത്തി സമാപിക്കും. തുടർന്ന് വർണ്ണമഴയും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും അരങ്ങേറും. വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ CO ജെയ്സൺ, CB ബെന്നി, തിരുനാൾ ജനറൽ കൺവീനർ ജോൺസൺ നമ്പഴിക്കാട്, ജോയിന്റ് ജനറൽ കൺവീനർ CJ കൊച്ചുമാത്യു എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് 5-ാം വാർഡ് ADS വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NP അജയൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, മെമ്പർമാരായ MK ജോസ്, സ്വപ്ന പ്രദീപ്, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, ലത ഹരി തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ കുട്ടികളെ അനുമോദിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. രാജ്യം 76-ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ. വിവിധയിടങ്ങളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പ്രൗഢമായി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തി. നഗരസഭാങ്കണത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പതാക ഉയർത്തി. തുടർന്ന് ജവഹർ സ്ക്വയറിൽ നിന്നും ബഹുജന റാലിയും ആരംഭിച്ചു. റാലിയിൽ പ്രദേശത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള NCC, NSS വളണ്ടിയർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. തുടർന്ന് ടൗൺഹാളിൽ സംഘടിപ്പിച്ച ആദരിക്കൽ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞയും എടുത്തു. നഗരസഭ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർമാർ പങ്കെടുത്ത ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, KK മുരളി, ബിജു C ബേബി, ബീന രവി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ സാബു കവിതാലാപനം നടത്തി. കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P ജോൺ നന്ദിയും പറഞ്ഞു. അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് പരിസരത്ത് വാർഡ് മെമ്പർ PS അലി ദേശീയ പതാക ഉയർത്തി. ക്ലബ്ബ് രക്ഷാധികാരി V മായിൻകുട്ടി സന്ദേശം നൽകി. ഭാരവാഹികളായ ഹുസൈൻ വലിയകത്ത്, ഷെജീർ, HK സുഹൈൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രസ് ഓഫ് അണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് ജലീൽ അനോഡിയിലും ഷാഹു കിഴക്കൂട്ടും ചേർന്ന് ദേശീയ പതാക ഉയർത്തി. പ്രോഗ്രസ് ഓഫ് അണ്ടത്തോട് ജനറൽ സെക്രട്ടറി ഷാഹു കിഴക്കൂട്ട്, ഉന്നതാധികാരി സമിതി അംഗം ഇല്യാസ് തെങ്ങിൽ, പ്രോഗ്രസ് ഓഫ് അണ്ടത്തോട് ജോയിന്റ് സെക്രട്ടറി ബാദുഷ KCM, ഷാഹിദ് കൊപ്പര, എക്സിക്യൂട്ടീവ് അംഗം ബാദുഷ നാഗു, അബ്ദുൾ റഷീദ്, അഷ്കർ സാഫ്, മനാഫ് സെൽപോയിന്റ്, GCC അംഗം AH ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ ഹെഡ്മിസ്ട്രസ് പതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം സുവർണഭാരതം പൈതൃകവും വികസനവും സലീം MK അവതരിപ്പിച്ചു. വരും ദിവസങ്ങളിൽ ദേശഭക്തിഗാന മത്സരവും റിപ്പബ്ലിക് ദിന ക്വിസും നടക്കും. അധ്യാപകരായ ഷീജ നൌഷാദ്, മുംതാസ്, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു.
കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പ്രസിഡന്റ് OKR മണികണ്ഠൻ പതാക ഉയർത്തി. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. OP ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ബാലൻ വാറനാട്ട്, പ്രതീഷ് ഒഡാട്ട്, സ്റ്റീഫൻ ജോസ്, CJ റെയ്മണ്ട്, VS നവനീത്, KK രഞ്ജിത്ത്, VK ഷൈമിൽ, രാമചന്ദ്രൻ പല്ലത്ത്, ബഷീർ മാണിക്കത്തുപടി, ജോയ് തോമസ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിൽ ദേവസ്വം ഓഫീസിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ ദേശീയ പതാക ഉയർത്തി. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും, കാവീട് ഗോശാലയിൽ ഭരണസമിതി അംഗം C മനോജും, ആനത്താവളത്തിൽ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധയും, ദേവസ്വം മെഡിക്കൽ സെന്ററിൽ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ T രാധികയും പതാക ഉയർത്തി. ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരുടെ പരേഡും ഉണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭയിൽ ചെയർമാൻ M കൃഷ്ണദാസ് ദേശീയ പതാക ഉയർത്തി. വായനശാല വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് പുഷ്പഹാരം അണിയിച്ചു. തുടർന്ന് റിപ്പബ്ലിക് പരേഡും നടന്നു. നഗരസഭാ ചെയർമാൻ സല്യൂട്ട് സ്വീകരിച്ചു. നഗരസഭാ ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ടൗൺ ഹാളിൽ സമാപിച്ചു. സമാപന സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. മണ്ഡലകാലത്ത് നഗരസഭയുടെ ഫസ്റ്റ് എയ്ഡ് ബൂത്തിൽ സൗജന്യ സേവനം നടത്തിയ ഡോക്ടർമാർക്കും കേരളോത്സവത്തിൽ വിജയികളായവർക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും നഗരസഭയുടെ ഉപഹാരം സമ്മാനിച്ചു. ഉപ്പുങ്ങൽ മഹല് ദർസ് വിദ്യാർത്ഥി സംഘടനയായ മുഹ്യുസിന ദർസിന്റെ ആഭിമുഖ്യത്തിൽ അക്ബർ അലി നിസാമി അൽ ഹിക്മി റിപ്പബ്ലിക് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. നവാഫ് അഹ്സനി അൽ ഹിക്മി പ്രാർത്ഥന നടത്തി. ഷാഹുൽ ഹമീദ് സഖാഫി അൽ ഹിക്മി അധ്യക്ഷത വഹിച്ചു. റിഷാദ് സഖാഫി അൽ ഖാദിരി പരൂർ, റസാഖ് മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. മുഹ്യുസിന ദർസ് വിദ്യാർത്ഥി മിഥിലാജ് സ്വാഗതവും അനസ് വടക്കാഞ്ചേരി നന്ദിയും പറഞ്ഞു. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രസിഡന്റ് അബ്ദുള്ള ഹാജി കാഞ്ഞിരപ്പള്ളി ദേശീയ പതാക ഉയർത്തി. അസോസിയേഷൻ രക്ഷാധികാരി ചോ മുഹമ്മദ് ഉണ്ണി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് ഷെരീഫ് പാണ്ടോത്തയിൽ, രക്ഷാധികാരി CM സലിം, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുനിൽ, ഗിരി തുടങ്ങിയവർ സംസാരിച്ചു. ഖാലിദ് ആറ്റുപുറം നന്ദി പറഞ്ഞു. എരമംഗലം ALP സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രധാന അധ്യാപിക VS മിനി പതാക ഉയർത്തി. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്തു പുഴയ്ക്കൽ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് പ്രദീപ് വെള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. CGPA കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പ്രസിഡന്റ് PC ജോർജ് ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി PA ഭാസ്കരൻ, PI സുബ്രഹ്മണ്യൻ, OI വിൻസെന്റ്, വിശ്വംഭരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുരഞ്ഞിയൂർ ഖുവത്തുൽ ഇസ്ലാം മദ്രസയിൽ നടത്തിയ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മദ്രസ അധ്യാപകർ, കമ്മിറ്റി ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഖത്തീബ് അബ്ദുസലാം അൽസനി പ്രാർത്ഥന നടത്തി. സെക്രട്ടറി അബ്ദുൾ മജീദ്, സ്വദർ തൊഹീർ ബാഗവി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. NK മുസ്തഫ, ഉവൈസ് അസ്ഹരി, അനസ് ലത്തീഫി തുടങ്ങിയവർ പങ്കെടുത്തു. സമീക്ഷ എടയൂരിന്റെ നേതൃത്വത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സമിതി പ്രസിഡന്റ് ഹുസൈൻ എടയൂർ ദേശീയ പതാക ഉയർത്തി. സമീക്ഷ GCC അംഗം മുജീർ റഹ്മാൻ സന്ദേശം നൽകി. ഫൈസൽ കോജ, റിനു, അജ്മൽ, അൻസിഫ് എന്നിവർ നേതൃത്വം നൽകി. ഫായിസ്, റിൻഷാദ്, അസ്ലം, റാസിൻ, നാദിർ തുടങ്ങിയവർ പങ്കെടുത്തു. പരുവക്കുന്ന് നൂറുൽ ഹുദ മദ്രസയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. പതാക ഉയർത്തി മധുരപലഹാര വിതരണവുമുണ്ടായി. മഹൽ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ റഹ്മാൻ ബാഖവി പതാക ഉയർത്തി. സദർ ഉസ്താദ് സുലൈമാൻ അസ്ഹരി റിപ്പബ്ലിക് സന്ദേശം നൽകി. മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ റസാഖ് ആലുങ്ങൽ, കബീർ എന്നിവർ പങ്കെടുത്തു. തിരുവെങ്കിടം നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സമാജം ഓഫീസ് പരിസരത്ത് ദേശീയ പതാക ഉയർത്തി വന്ദനം നടത്തി. രാഷ്ട്ര നന്മയ്ക്കായി പ്രതിജ്ഞയെടുത്ത് ദേശഭക്തി ഗാനാലാപനവും നടത്തി. സമാജം പ്രസിഡന്റ് ബാലൻ വാറനാട്ട് പതാക ഉയർത്തി വന്ദനവും നിർവഹിച്ചു. സെക്രട്ടറി പ്രഭാകരൻ മണ്ണൂർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആലക്കൽ അധ്യക്ഷത വഹിച്ചു. P മുരളീധര കൈമൾ, സുരേന്ദ്രൻ മൂത്തേടത്ത്, വസന്ത M നായർ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവും ഉണ്ടായി. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയിൽ റിപ്പബ്ലിക് ദിനാഘോഷവും വാർഷിക ഗ്രാന്റ് ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനവും ഗ്രന്ഥശാല സംഘം ജില്ലാ കൗൺസിൽ അംഗം ഓമന ബാബു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മോഹൻദാസ്, പ്രമോദ് മാധവൻ, രാജി മണികണ്ഠൻ, PC ജയപാലൻ, തമ്പി ജോബ്, KS ശ്രേയ, സംവൃത TB എന്നിവർ സംസാരിച്ചു. ചിറമനേങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ S ജമീല പതാക ഉയർത്തി. ട്രസ്റ്റ് അംഗം സ്മിത മുരളി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ആഘോഷത്തിന്റെ ഭാഗമായി കനിവ് എന്റെ വീട്ടിലെ അന്തേവാസികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. അൻസാർ വിമൻസ് കോളേജ് NSS യൂണിറ്റ് 137ന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആചരിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ആരിഫ പതാക ഉയർത്തി. NCC ട്രെയിനർ
മുസ്തഫ, NSS പ്രോഗ്രാം ഓഫീസർ ഹസീന നൌഷാദ്, NCC കോർഡിനേറ്റർ രജിത MVU, NSS വളണ്ടിയേഴ്സ്, NCC കേഡറ്റുകൾ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിംഗ് സ്റ്റാഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. വൈസ് പ്രിൻസിപ്പാൾ ആരിഫ TA റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. NCC ട്രെയിനർ മുസ്തഫ, NSS പ്രോഗ്രാം ഓഫീസർ ഹസീന നൌഷാദ് എന്നിവർ സംസാരിച്ചു. NSS വളണ്ടിയർ ലമ്യ ഹനുൻ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. NSS വളണ്ടിയേഴ്സ് ദേശഭക്തി ഗാനം ആലപിച്ചു. NCC കേഡറ്റുകൾ പരേഡ് നടത്തി. NSS വളണ്ടിയർ ഹജ്രത്തുൽ അൻഷിഫ നന്ദി പറഞ്ഞു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റിപ്പബ്ലിക് ദിനാഘോഷം കാരുണ്യം ചെയർമാൻ കുഞ്ഞിമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ ദേശീയ പതാക ഉയർത്തി. കുപ്രവളി സ്കൂൾ വിദ്യാർത്ഥികളായ ബാല, റിയ റാഷിദ്, ഫാത്തിമ, റിയ എന്നിവർ ദേശീയ ഗാനം ആലപിച്ചു. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ കൂടിയ പൊതുയോഗത്തിൽ വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് റിപ്പബ്ലിക് സന്ദേശം കൈമാറി. ജോയിന്റ് സെക്രട്ടറി മനാഫ് വീട്ടിലവളപ്പിൽ, എക്സിക്യൂട്ടീവ് അംഗം റാഫി പരൂർ, വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ കുഞ്ഞുമുഹമ്മദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മനാഫ് പരൂർ നന്ദിയും പറഞ്ഞു. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി അക്ബർ അലി സ്വാഗതം പറഞ്ഞു. ട്രഷറർ സലാം വലിയകത്ത്, രക്ഷാധികാരി MP സിജോ, മുൻ ലീഡർ ഷൈജൻ, ബഷീർക്ക, രവി, സിദ്ധി, വേണു, അനിൽ എന്നീ തൊഴിലാളികൾ, മുഹമ്മദ് മിഷാൽ KS, കോൺഗ്രസ് പ്രവർത്തകൻ ഷൈൻ K രാജ് എന്നിവർ ആശംസകൾ നേർന്നു. യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം PJ രാജൻ നന്ദി പറഞ്ഞു. മിഠായി വിതരണവും നടത്തി. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പ്രസിഡന്റ് OKR മണികണ്ഠൻ പതാക ഉയർത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. മണ്ഡലം സെക്രട്ടറി OP ജോൺസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭാരതത്തിന്റെ അഖണ്ഡതയും ഐക്യവും ഒരുമയും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയും എടുത്തു. നേതാക്കളായ ബാലൻ വാറനാട്ട്, പ്രതീഷ് ഓടാട്ട്, സ്റ്റീഫൻ ജോസ്, CJ റെയ്മണ്ട്, VS നവനീത്, VK ഷൈമിൽ, OP ജോൺസൺ, രാമചന്ദ്രൻ പല്ലത്ത്, KK രഞ്ജിത്ത്, ബഷീർ മാണിക്കത്ത് പടി, ജോയ് തോമസ് എന്നിവർ സംസാരിച്ചു. ഐനൂർ മഹല്ല് കമ്മിറ്റിയുടെയും ICCയുടെയും നൂറുൽ ഹുദ മദ്രസ ഉസ്താദുമാരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് ഫൈസൽ തറമൽ പതാക ഉയർത്തി. ഖത്തീബ് ലിയാഖത്ത് അലി സാദി സന്ദേശ പ്രഭാഷണം നടത്തി. സെക്രട്ടറി കബീർ വക്കയിൽ, കമ്മിറ്റി അംഗം റഫീഖ്, അയ്യൂബ് ഉസ്താദ്, സൈദാലി ഉസ്താദ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ക്വിസ് മത്സരം, ചിത്രരചനാ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടപ്പടി അഭയ ഭവൻ വയോജന കേന്ദ്രത്തിൽ വെച്ച് സൗജന്യ ഡെന്റൽ പരിശോധനാ ക്യാമ്പ് നടത്തി. ഡോക്ടർ രജീഷ് TI നേതൃത്വം നൽകി. ഡോക്ടർ ഡെറിക് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. അഭയഭവൻ അന്തേവാസികളെയും സമീപ പ്രദേശവാസികളെയും സൗജന്യ ദന്തപരിശോധന നടത്തി. ഡെന്റൽ കിറ്റ് സൗജന്യമായി നൽകി. അഭയഭവൻ പ്രവർത്തനങ്ങൾക്കുള്ള കരുതൽ സഹായം നൽകുകയും ചെയ്തു. അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂൾ ഗായക സംഘത്തിന്റെ പ്രാർത്ഥനയോടും ദേശീയ ഗാനത്തോടും കൂടി പരിപാടി ആരംഭിച്ചു. തുടർന്ന് അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ നാമിർ നിഷാദ് ഊഷ്മളമായ സ്വാഗത പ്രസംഗം നടത്തി. വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. സ്കൂൾ ഗായക സംഘത്തിന്റെ ദേശഭക്തി ഗാനത്തിന്റെ അകമ്പടിയോടെ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിന് സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് നേതൃത്വം നൽകി. തുടർന്ന് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രചോദനകരമായ റിപ്പബ്ലിക് ദിന സന്ദേശവുമായി ഡോക്ടർ നജീബ് മുഹമ്മദ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഫൈഹ നന്ദി പറഞ്ഞു. മധുരപലഹാര വിതരണവുമുണ്ടായി. സീനിയർ സെക്കൻഡറി ജൂനിയർ പ്രിൻസിപ്പാൾ സാജിദ റസാഖ്, സോഷ്യൽ സയൻസ് വിഭാഗം മേധാവി ജോഫി പീറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അക്കാദമിക് മേധാവികൾ, SPC കേഡറ്റുകൾ, അധ്യാപക അനധ്യാപക ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു. രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, PTSC പ്രതിനിധികൾ തുടങ്ങിയവരും സന്നിഹിതരായി. ഗുരുവായൂർ നിയോജക മണ്ഡലം ഗാന്ധി ദർശൻ വേദി ഗുരുവായൂർ മുൻ കൗൺസിലറും നാടക നടനും സാമൂഹിക പ്രവർത്തകനുമായ C വിജയനെ ആദരിച്ചു. ഗാന്ധി ദർശന്റെ 2025 ഡയറിയും കൈമാറി. ഗാന്ധി ദർശൻ ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാൻ ശശിധരൻ വയലത്തൂർ, കുന്നംകുളം ചെയർമാൻ രാജേഷ് VM, ശോഭന TR, ജില്ലാ സെക്രട്ടറി അഖിലേഷ് നായർ, അശ്വിൻ രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഞാലിക്കര OET സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രിൻസിപ്പാൾ സുമ അച്യുതൻ, ഫാക്കൽറ്റി ഡയറക്ടർ അനുനായർ എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് കുട്ടികളുടെ ഫാൻസി ഡ്രസ് മത്സരം, പ്രസംഗം, ദേശഭക്തി ഗാനം, പ്ലക്കാർഡ് പ്രദർശനം തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറി. മധുരപലഹാര വിതരണവും ഉണ്ടായി.
ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷവും ഇടവകയിലെ സീനിയേഴ്സ് സംഗമവും നടത്തി. ഞായറാഴ്ച രാവിലെ 6:30 ലതീഞ്ഞ് തിരുനാൾ ദിവ്യബലി, നേർച്ച വിതരണം എന്നിവ ഉണ്ടായി. തുടർന്ന് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ സീനിയേഴ്സ് സംഗമം നടത്തി. മുതിർന്നവരെയും വിവാഹത്തിന്റെ 50-ാം വർഷം ആഘോഷിക്കുന്നവരെയും ചടങ്ങിൽ ആദരിക്കലും സ്നേഹോപഹാര വിതരണവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഫാദർ ഡെന്നിസ് മാറോക്കി ചടങ്ങുകൾക്ക് കാർമ്മികനായി. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പോക്സോ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കേക്കാട് സെന്റ് ആന്റണീസ് LP സ്കൂൾ PTA-യും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് രക്ഷിതാക്കൾക്കു വേണ്ടി കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമവും പോക്സോ നിയമങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ക്ലാസ് സംഘടിപ്പിച്ചത്. വടക്കേക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K സുജിത്ത്, അൻവർ, ഷെരീഫ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രധാന അധ്യാപകൻ AD സാജു സംസാരിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലും ക്ലാസുകൾ സംഘടിപ്പിക്കും. റോബോട്ടിക്സ് മേഖലയിൽ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനായി അൻസാർ വുമൺസ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിച്ചു. വിവിധ കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 50 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി TM നഷീദ, കോർഡിനേറ്റർ KV ഫെമില, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ പ്രബിത ഗോപി എന്നിവർ സംസാരിച്ചു. റോബോട്ടിക് സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അടിസ്ഥാന നിർവചനങ്ങൾ മുതൽ പ്രയോഗങ്ങൾ വരെ ശില്പശാലയിൽ വിശദമായി പ്രതിപാദിക്കപ്പെട്ടു. CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. കരിയന്നൂർ സെന്ററിൽ നടന്ന മേഖലാതല ഉദ്ഘാടനം CPIM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ കരിയന്നൂർ അധ്യക്ഷനായി. TR ഉദയൻ, KK യോഗേഷ്, MK മണികണ്ഠൻ, MV വിനീത്, സിന്ധു കൃഷ്ണൻ, ജാനകിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫ്രറ്റേണിറ്റി കുന്നംകുളം മണ്ഡലം കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ ബാവ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ഫ്രറ്റേണിറ്റി മണ്ഡലം പ്രസിഡന്റ് ആദിൽ ഷിനാദ് എന്നിവർ സംസാരിച്ചു. ഫ്രറ്റേണിറ്റി ജില്ലാ കമ്മിറ്റി അംഗം അനീസ് ആദം തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. ആദിൽ ഷിനാദ് പ്രസിഡന്റ്, അഖിൽ റിജോ സെക്രട്ടറി, നിദ നസ്രിൻ വൈസ് പ്രസിഡന്റ് എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. പ്രസവാനന്തര ശുശ്രൂഷയിൽ 5.5 പതിറ്റാണ്ടുകാലമായി 3000-ലധികം അമ്മമാരെയും കുഞ്ഞുങ്ങളെയും പരിചരിച്ച പഴഞ്ഞി കോട്ടോൽ സ്വദേശി തങ്കമ്മ ഓർമ്മയായി. 85 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ കോട്ടോലിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വേറിട്ട മുഖമായിരുന്നു നാട്ടുകാരുടെ വാത്സല്യമായ തങ്കമ്മേടത്തി. കാഞ്ഞിരമുക്ക് പുലിക്കോട്ടിൽ പരേതനായ അബ്രഹാമിന്റെ ഭാര്യയായ തങ്കമ്മ ഭർത്താവിന്റെ മരണശേഷമാണ് 30-ാം വയസ്സിൽ കുട്ടികളുടെ പരിചരണം ആദ്യമായി തുടങ്ങിയത്. പഴഞ്ഞി, പെരുന്തുരുത്തി, കുന്നംകുളം മേഖലകളിൽ തങ്കമ്മ സുപരിചിതയാണ്. തന്റെ കൈകളിലെത്തിയ കുഞ്ഞുങ്ങൾക്കെല്ലാം മാതൃവാത്സല്യം പകർന്ന ഇവർ വീട്ടുകാർക്ക് ആശ്വാസത്തിന്റെ തുരുത്തായിരുന്നു. പല വീടുകളിലും 3ഉം 4ഉം തലമുറകളിലെ കുട്ടികളെ പരിചരിക്കുവാൻ കഴിഞ്ഞത് അപൂർവതയായി. കുഞ്ഞുനാളിൽ താലോലിച്ച പലരും ഇന്ന് ഡോക്ടർ, അധ്യാപകർ, പോലീസ്, എഞ്ചിനീയർ തുടങ്ങി പല മേഖലകളിലും തിളങ്ങുന്നവരാണ്. പലരും വീട്ടുകാരിൽ നിന്നും കേട്ടറിഞ്ഞ് കുഞ്ഞുനാളിലേകിയ കരുതലിന് സ്നേഹസമർപ്പണങ്ങളുമായി എത്താറുണ്ടായിരുന്നു. 85-ാം വയസ്സിലും രാവിലെ കിലോമീറ്ററുകൾ നടന്നാണ് വീടുകളിൽ എത്തിയിരുന്നത്. നാടിന്റെ മാതൃസ്നേഹത്തിന്റെ സാന്നിധ്യമായിരുന്ന തങ്കമ്മയെ 2022 മാർച്ച് 8-ന് കുന്നംകുളം പ്രസ് ക്ലബ്ബും ഷെയർ ആൻഡ് കെയറും ചേർന്ന് ആദരിച്ചിരുന്നു. ഇവരുടെ സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് മൂലേപ്പാട്ട് ആർമി സെമിത്തേരിയിൽ നടത്തി. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി. എളവള്ളി മമ്മായിൽ വെച്ച് നടന്ന പതാക ദിനാചരണം CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. PV അശോകൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, KP രാജു, TD സുനിൽ, TN ലെനിൻ, ശ്രീകുമാർ വാഗ, TK സജിത് എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 9 മുതൽ 11 വരെ കുന്നംകുളത്ത് വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ ഗുരുവായൂർ യൂണിറ്റ് സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. CATU ഏരിയ സെക്രട്ടറി AS മനോജ്, യൂണിയൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് MK സുനിൽ, PP ബ്രിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിപണി
റഹ്മത്ത് ടൂർസ് ആൻഡ് ട്രാവൽസ് ഹജ്ജ് ഉംറ സർവീസിന്റെ പന്നിത്തടം ബ്രാഞ്ച് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പന്നിത്തടം കേച്ചേരി റോഡിലെ MH ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. AC മൊയ്തീൻ MLA, ഡോക്ടർ CK കുഞ്ഞിത്തങ്ങൾ, സ്വാലിഹ് അൻവരി ചേകന്നൂർ, അബ്ദുൽ കരീം ഫൈസി പൈങ്ങണ്ണിയൂർ, പാറയ്ക്കൽ ഉസ്താദ്, ഹുസൈൻ ദാരിമി കല്ലൂർ, ഷറഫു പന്നിത്തടം, ഹസൻ സിംല, അബ്ദുൽ ലത്തീഫ് ബാഗവി വെള്ളത്തേരി, M ബാലാജി തുടങ്ങിയവർ സംസാരിച്ചു. മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. റഹ്മത്ത് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുറഹ്മാൻ ഫൈസി കടവല്ലൂർ, റഹ്മത്ത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റഫീഖ് മാന്തടം, റഹ്മത്ത് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ മുബാറക് എടപ്പാൾ, റഹ്മത്ത് ഗ്രൂപ്പ് ജനറൽ മാനേജർ VS അബൂബക്കർ മരത്തംകോട്, അമീർ മൗലവി SP, ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു. എയർ ടിക്കറ്റ്, ടൂറിസ്റ്റ് വിസകൾ, ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ടൂർ പാക്കേജുകൾ, സിയാറത്ത് പാക്കേജുകൾ, കാർഗോ ക്ലിയറൻസ്, ഇവന്റ് മാനേജ്മെന്റ്, പാസ്പോർട്ട് സർവീസ്, ഓൺലൈൻ സർവീസുകൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. 23 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് റഹ്മത്ത് ടൂർസ് ആൻഡ് ട്രാവൽസ് ഹജ്ജ് ഉംറ സർവീസ് പ്രവർത്തിക്കുന്നത്. മറ്റ് ബ്രാഞ്ചുകൾ കല്ലുംപുറം, ചേലക്കര, കൂട്ടായി, വളാഞ്ചേരി. സ്ഥാപനത്തിന്റെ വിലാസം: റഹ്മത്ത് ടൂർസ് ആൻഡ് ട്രാവൽസ് ഹജ്ജ് ഉംറ സർവീസ്, പന്നിത്തടം. ഫോൺ 9846801100. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പഴഞ്ഞി ലോക്കൽ അതിർത്തിയിൽ 26 കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. പാർട്ടി അംഗങ്ങളുടെയും അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളുടെയും വീടുകളിൽ പതാക രാവിലെ 7:30 ഉയർത്തി. 10 ബ്രാഞ്ചുകളിലും 3 കേന്ദ്രങ്ങളിൽ വീതം 8 മണിക്ക് ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പതാക ഉയർത്തി. 9 മണിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ജെറുസലേം സെന്ററിൽ പതാക ഉയർത്തി. അയനൂർ സെന്ററിൽ ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, പാർട്ടി ഓഫീസിൽ ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, വൺവേ ജംഗ്ഷനിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ എന്നിവർ പതാക ഉയർത്തി. കേന്ദ്രങ്ങളിൽ റെഡ് വളണ്ടിയർ സല്യൂട്ട് നൽകിയാണ് പതാക ഉയർത്തിയത്. റേഷൻ കട സ്തംഭനം സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് SDPI പുന്നൂർക്കുളം മേഖലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആൽത്തറയിലെ പ്രകടനം കുന്നത്തൂരിൽ നിന്ന് ആരംഭിച്ച് ആൽത്തറ സെന്ററിൽ സമാപിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് സെക്രട്ടറി റാഫി ഇല്ലത്തയിൽ സംസാരിച്ചു. പഞ്ചായത്ത് ട്രഷറർ ഫാരിസ് വടക്കൂട്ട്, പഞ്ചായത്ത് കമ്മിറ്റി അംഗം ആഷിൽ മാവിൻചുവട്, ഷാഫി തെക്കേപ്പുറത്ത്, നൌഷാദ് ചെറായി, റൌഫൽ ചമ്മന്നൂർ, ഷഹറത്ത് ചമ്മന്നൂർ, മുജീബ് ചെറായി എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് മന്ദലാങ്കുന്ന് നിന്ന് ആരംഭിച്ച പ്രകടനം പാപ്പാളി സെന്ററിൽ സമാപിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ട്, ആഷിഫ് മാലിക്കുളം, ആഷിഖ് പാപ്പാളി, സുലൈമാൻ കുമാരൻപടി എന്നിവർ നേതൃത്വം നൽകി. ചരമം: പഴഞ്ഞി പെരുന്തുരുത്തി പുലിക്കോട്ടിൽ പരേതനായ താവു മകൻ ചിരിയാക്കുണ്ണി നിര്യാതനായി 87 വയസ്സായിരുന്നു. സംസ്കാരം പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതയായ ശാന്തയാണ് ഭാര്യ. സജി, സൈജി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 76ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. തലസ്ഥാനത്ത് സൈനിക ശക്തി വിളിച്ചോതുന്ന പരേഡ് നടന്നു. നാടാകെ നടന്ന ആഘോഷ പരിപാടികൾ പ്രൗഢം, വർണ്ണാഭം. കുളങ്ങൾ നാടിന്റെ ജലസംരക്ഷണത്തിന് പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി K രാജൻ. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നവീകരിച്ച താമരയൂർ തച്ചാറപ്പറമ്പിൽ കുളത്തിന്റെ ഉദ്ഘാടനവും കോട്ടപ്പടി ഞാറംകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. അതിമാരക ലഹരിമരുന്നായ MDMA-യുമായി യുവതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പുന്നീർകുളം കടിക്കാട് കറുത്തേടത്ത് വീട്ടിൽ 36 വയസ്സുള്ള ഹിമ. വീട്ടിൽ ലഹരിമരുന്ന് സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ അതിവേഗ നീക്കം. ജനപ്രിയ സിനിമകളുടെ സംവിധായകൻ ഷാഫിക്ക് കലാകേരളത്തിന്റെ യാത്രാമൊഴി. അന്ത്യം തലച്ചോറിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വിടവാങ്ങുന്നത് നർമ്മത്തിന്റെ മർമ്മമറിഞ്ഞ് ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച അതുല്യനായ സംവിധായകൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.